പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ആനുകാലിക ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യ. 2024 പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു? ഭൂപുനഃസ്ഥാപനവും മരുവൽക്കരണം, വരൾച്ച എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധം. പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നത് ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശമായിരുന്നു? 2023. സംസ്ഥാനത്ത് പോക്സോ കേസുകൾ കൂടിവരുന്ന സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകാൻ കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? പ്രോജക്റ്റ് എക്സ്. ഹിമപ്പുലിയെ ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? കിർഗിസ്ഥാൻ. 2025 ഏപ്രിൽ അന്തരിച്ച ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകൻ ടി.കെ. വാസുദേവൻ. 2025 ഏപ്രിൽ ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷൺ പുരസ്കാരത്തിന് അർഹനായത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2025 50-ാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന മലയാള കവിയും ഗാനരചയിതാവുമായ വ്യക്തി? വയലാർ രാമവർമ്മ. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് ഏത് വർഷമാണ്? 1974 ജൂൺ 5. മേദിനി പുരസ്കാരം ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പരിസ്ഥിതി. 2025 തണ്ണീർത്തട ദിനമായ ഫെബ്രുവരി 2 പ്രമേയം എന്തായിരുന്നു? നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ കാഞ്ചർ ഘാട്ടി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത്. 2025 ഫെബ്രുവരിയിൽ ഒലിവ് റിഡ്ലി കടലാമകൾ കൂട്ടത്തോടെ കൂടുകെട്ടിയത് ഏത് ഇന്ത്യൻ ബീച്ചിലാണ്? ഋഷികുല്യ ബീച്ച്, ഒഡീഷയിലാണിത്. വംശനാശം ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ പുസ്തകം? റെഡ് ഡേറ്റ ബുക്ക്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവൽക്കരണ പരിപാടിയുടെ പേര്? എൻ്റെ മരം. നീല പതാക സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബീച്ചുകളുടെ ഗുണനിലവാരം. ഡെൻമാർക്ക് ആസ്ഥാനമായ ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെൻ്റൽ എഡ്യൂക്കേഷൻ FEE വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി നൽകുന്ന പദവിയാണ് ബ്ലൂ ഫ്ലാഗ് പദവി. വൃത്തി, പരിസ്ഥിതി സൗഹൃദം, സന്ദർശകരുടെ സുരക്ഷ എന്നിവയാണ് പ്രധാന മാനദണ്ഡങ്ങൾ. രാജ്യത്ത് ഇതുവരെ 11 ബീച്ചുകൾക്കാണ് പദവി ലഭ്യമായിട്ടുള്ളത്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്, കണ്ണൂർ ജില്ലയിലെ ചാൽ ബീച്ചുകൾക്ക് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. തണ്ണീർത്തട ഉപയോഗത്തിനുള്ള റാംസർ അവാർഡ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരി ആരാണ്? ജയശ്രീ വെങ്കടേശൻ. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു സ്വകാര്യ പങ്കാളിത്ത ഹരിത മാലിന്യ സംസ്കരണ പ്ലാന്റ് ഏത് നഗരത്തിലാണ് സ്ഥാപിച്ചത്? മധ്യപ്രദേശിലെ ഇൻഡോർ.
2025 മെയ് 7 ഏത് ഓപ്പറേഷൻ്റെ കീഴിലാണ് ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്? ഓപ്പറേഷൻ സിന്ദൂർ. നീലഗിരി താർ സെൻസസ് നടത്തുവാൻ 2025 കേരളവുമായി പങ്കുചേരുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇരവികുളം ദേശീയ ഉദ്യാനം നിലവിൽ വന്നിട്ട് 50 വർഷമായി. അതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ സെൻസസ് നടത്തുന്നത്. കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ശുചിത്വ സാഗരം സുന്ദര തീരം. ഇന്ത്യയിൽ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. 2025 ലോക കാലാവസ്ഥ സംഘടന പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം 2024 അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലുണ്ടായ സംഭവം ഏതാണ്? മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ, വയനാട് ജില്ല. 2024 ജൂലൈ 30 ഉരുൾപൊട്ടൽ നടന്നത്. ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് ഏത് വർഷമാണ്? 2018. കേരളത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയായ സുവോളജിക്കൽ ക്ലബ്ബ് 1972 സ്ഥാപിച്ചത് ആരാണ്? ജോൺ സി ജേക്കബ്. പയ്യന്നൂർ കോളേജിൽ ആരംഭിച്ചതാണ് സുവോളജി ക്ലബ്ബ്. ലോക പരിസ്ഥിതി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച റേച്ചൽ കഴ്സൺ രചിച്ച പുസ്തകം ഏതാണ്? സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തം. മലയാളത്തിലെ പ്രശസ്ത കവയിത്രിയായ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? സുഗതകുമാരി ടീച്ചർ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവെന്നറിയപ്പെടുന്നത്? റേച്ചൽ കഴ്സൺ. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ഏതാണ്? നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ്. ലോകത്ത് ആദ്യമായി ഭരണഘടനയിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്ന രാഷ്ട്രം ഏതാണ്? റഷ്യ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആഘോഷിക്കുന്നത്? മെയ് 22. പരിസ്ഥിതി സംരക്ഷണത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് 2024 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസ പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? UAE. കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത്. നാഷണൽ എൻവയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. ആദ്യം കമൻറ്റ് ചെയ്യുന്ന കൂട്ടുകാരെയാണ് പിൻ ചെയ്ത് വയ്ക്കുന്നത്. വിന്നറാകുന്നത് അവർ തന്നെയാണ്. എല്ലാ ഡേയിലും 5:30 തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ടൈമിൽ തന്നെ എല്ലാ കൂട്ടുകാരും ഓൺലൈനിൽ ഉണ്ടാകാൻ ശ്രമിക്കുക. അപ്പോൾ അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം, ഇന്ത്യയിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും ജൈവ സമ്പത്തിൻ്റെ സുസ്ഥിരമായ ഉപയോഗം ഉറപ്പുവരുത്താനുമായി പാസാക്കിയ നിയമമാണ് ജൈവ വൈവിധ്യ നിയമം 2002. ഈ ജൈവ വൈവിധ്യ നിയമം പ്രാബല്യത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നതായിരുന്നു ചോദ്യം. ഇതിൻ്റെ ഉത്തരം AB വാജ്പേയിയാണ്. ആദ്യം ഉത്തരം പറഞ്ഞത് മുഹമ്മദ് സഫാസാണ്. എല്ലാവിധ ആശംസകളും. ബാക്കി അത് കഴിഞ്ഞും ശരി ഉത്തരം പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.